ഇന്നൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ്, അതായത് മുതിര ചമ്മന്തി. മുതിര എന്ന് പറയുന്ന അത് കാണമെന്നും പറയാറുണ്ട്. ഇംഗ്ലീഷിൽ അതിന് ഹോഴ്സ് ഗ്രാം എന്നും പറയാറുണ്ട്. സാധാരണ മുതിര കുതിരകൾക്ക് ആഹാരമായിട്ടാണ് കൊടുക്കാറുള്ളത്. കുതിരയ്ക്ക് ഇത്രയും കിട്ടുന്നത് ഈ മുതിര കഴിച്ചിട്ടെന്നാണ് പറയുന്നത്. എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗള് മുതിര എടുത്ത് നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലേക്ക് വയ്ക്കുക. അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോകണം. നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം മാത്രമേ അത് വറുക്കാൻ പറ്റുള്ളൂ. അതിന് അരിപ്പയിലേക്ക് വയ്ക്കുക. ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ അരിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഷൈനിങ് ഉണ്ടാകും. അതിൽ എണ്ണമയമാണ് അതിന് നല്ല ഷൈനിങ് ഉണ്ടാകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് ഒരുമാതിരി പൊട്ടാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. മുതിരയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. അതായത് ധാരാളം പ്രോട്ടീനുണ്ട്, കാൽസ്യമുണ്ട്, ഫാറ്റ് വളരെയധികം കുറവുമാണ്. പണ്ട് കാലത്ത് മുതിര ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട്. മുതിര കൃഷി ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആളുകൾ മുതിര അവിച്ച് കഴിക്കുകയും ചമ്മന്തി അരച്ച് കഴിക്കുകയൊക്കെ ചെയ്യുക പതിവായിരുന്നു. വറുത്തെടുത്ത മുതിര തടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതേ പാനിലിരുന്ന് അത് കുറേ കൂടെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അതവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം അതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ഫൈനാവേണ്ട, ചെറിയൊരു തരിതരിപ്പ് വേണം. ആ രീതിയിൽ പൊടിച്ചെടുത്ത് അത് മാറ്റി വയ്ക്കുക. പൊടിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ ജാറിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇടുക. ഒരു 1/4 സ്പൂണ് ജീരകം ഇടുക. ഒരു 4-5 വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇടുക. ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അരയണ്ട, അതും 1-2 പ്രാവശ്യം തരതരാന്ന് അരഞ്ഞാൽ മതി. ചെറിയ ജാറിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ വലിയ ജാറിലേക്ക് മാറ്റി. അതിന് ശേഷം ഈ പൊടിച്ചു വച്ചിരിക്കുന്ന അതായത് മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്ത് അടിച്ചെടുക്കുക. ഈ മുതിരയ്ക്ക് ഫാറ്റൊക്കെ വളരെ കുറവാണ്, ഒട്ടും തന്നെ ഇല്ല ഫാറ്റ്. ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിര ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.